അറിയാമല്ലോ, ചില കേസുകളൊക്കെ ഇതിനിടയ്ക്ക് ഇവിടെ നടന്നുപോയി. നമുക്കറിയാം, ഒരു വിവാഹമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ ആ കേസുകളിലൊക്കെ ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ആളുകൾ അഡ്വക്കേറ്റ്സായിട്ട് വരിക, കോടിക്കണക്കിന് രൂപ സംഘാതമായി ശേഖരിക്കുക, കോടതിയിൽ വന്ന് വലിയൊരു ജനക്കൂട്ടം ബഹളം കൂട്ടുക. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഈ പ്രണയച്ചതി സംഘാതമായ രീതിയിൽ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം സഭ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഒന്ന്, തുറന്ന് സംസാരിക്കാൻ സഭ മുന്നോട്ട് വരണം. പ്രത്യേകിച്ച് സഭാ നേതൃത്വം, സമുദായ നേതൃത്വം തുറന്നു സംസാരിക്കാൻ മുന്നോട്ട് വരണം. ഒന്നാമത്തത് അതാണ്. രണ്ട്, ചെറുപ്പക്കാർക്ക് ജാതിമതഭേദമന്യേ എല്ലാവർക്കും ഇവിടെ ഇങ്ങനൊരു ചതിക്കുഴിയുണ്ട്. ചില കൂട്ടർ അത്രയേ ഉള്ളൂ, ഇങ്ങനെയുള്ള ചതിക്കുഴികൾ തയ്യാറാക്കുന്നുണ്ട്. അതേക്കുറിച്ച് അവെയർനെസ് നമ്മുടെ യൂത്തിൻ്റെ ഇടയ്ക്ക് നടക്കണം. അതിന് ഈ പറയുന്ന ദ കേരള സ്റ്റോറി പോലുള്ള സംഗതികൾ വളരെയേറെ സഹായിക്കും. മൂന്ന്, പ്രത്യേകിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന സ്പെഷ്യൽ മാരേജ് ആക്ട്, അത് ശക്തമായി, അത് ന്യായയുക്തമായ രീതിയിൽ മാത്രം അത് ഉപയോഗിക്കപ്പെടാൻ കേരള സമൂഹം, അത് സഭ മാത്രമല്ല, എല്ലാവരും ശക്തമായി നിലകൊള്ളണം. ഒരു ട്രാൻസ്പെറൻസി അത് വേണം. 4, എനിക്ക് പറയാനുള്ളത് ക്രൈസ്തവ മാതാപിതാക്കളോടാണ്. അതായത് ഇപ്പോൾ ഹേബിയസ് കോർപ്പസ് കേസ് കൊടുക്കുന്നു, അങ്ങനെയാണല്ലോ സംഭവം. ഒരു കുട്ടിയെ കാണാനില്ല, ഹേബിയസ് കോർപ്പസ് കേസ് കൊടുക്കുന്നു. അവസാനം ഈ കുട്ടിയെയും കൊണ്ട് വരുന്നു. അപ്പോൾ ജഡ്ജ് ചോദിക്കുന്നു, ആരുടെ കൂടെ പോകാനാണ് താല്പര്യം? സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടി പറയുന്നു, എനിക്ക് ഇയാളുടെ കൂടെ, കാമുകൻ്റെ കൂടെ പോകാനാണ് താല്പര്യം. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും ഇമോഷണലായിട്ടുള്ള ഔട്ട് ബേസ്റ്റിൽ മാതാപിതാക്കൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ശരി, അപ്പോൾ നീ തീരുമാനിച്ചല്ലോ, അങ്ങനെയാണെങ്കിൽ ഇനി ഞങ്ങൾക്കിങ്ങനൊരു മകൾ ഇല്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് മാതാപിതാക്കൾ പോകുന്നത്. അത് വലിയ അപകടമാണ്. കാരണം ആ കുട്ടി പിന്നെ ഇരയായി മാറും, ഒറ്റപ്പെടും, അവളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള അങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ തന്നെയും മാതാപിതാക്കൾ ഇവരുമായിട്ട് സ്ഥിരം കോണ്ടാക്റ്റ് വച്ചിരിക്കണം, അവിടെ പോയിരിക്കണം, കണ്ടിരിക്കണം, വിളിച്ചിരിക്കണം, ഫോൺ നമ്പർ കീപ്പ് ചെയ്തിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ല എങ്കിൽ വളരെ അപകടങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതോട് ചേർത്ത് എനിക്ക് പറയാനുള്ളത്, കേരള പൊതുസമൂഹം ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കണം. ലവ് ജിഹാദ് എന്നുള്ള പദം പറഞ്ഞിട്ട് കാര്യമില്ല. പാർലമെൻറ്റിൽ ചോദ്യം ഉയർന്നത്രേ, ഇവിടെ ലവ് ജിഹാദ് ഉണ്ടോ? പാർലമെൻറ്റിൽ കണക്കൊന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല എന്ന് വന്നു. ഞാൻ ഇവിടുത്തെ ബഹുമാനപ്പെട്ട ചില അച്ഛന്മാരെൻ്റെ കൂട്ടുകാരുണ്ട്, അവരുടെ അനുഭവങ്ങൾ, പലരുടെ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. രാത്രിക്ക് 3 മണിക്ക് ഒരു പെൺകുട്ടിയെ കുഴിച്ചിട്ടേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. എന്താ കാരണം? ഭർത്താവിൻ്റെ വീട്ടിൽ പോയി, പിന്നെ ഈ വീട്ടുകാരായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല. അവിടെ മരിച്ചു എന്നറിയുന്നു. കുറേ നാളുകൾക്ക് ശേഷം വീട്ടുകാർ ചെല്ലുന്നു. പോലീസ് സ്റ്റേഷനിലേക്കാണ് ചെല്ലാൻ പറയുന്നത്. വീട്ടുകാർ ചെല്ലുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇവർക്ക് കിട്ടുന്നത് ഭീകര അന്തരീക്ഷമാണ്. ഇരിക്കാൻ പോലും ഇല്ല, മണിക്കൂറുകളോളം പോലീസ് സ്റ്റേഷനിൽ. അവസാനം ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല എന്ന് പറഞ്ഞ് എഴുതിക്കൊടുത്ത് രാത്രിക്ക് രാത്രി അവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ അടക്കിയ സംഭവങ്ങളുണ്ട്. 2, മാന്നാനം സ്കൂളിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, 10-11 വർഷങ്ങൾക്ക് മുൻപ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടുത്തെ PTA വേണ്ടി, അവിടുത്തെ മാതാപിതാക്കൾക്ക് വേണ്ടി നടത്തിയ ബോധവത്കരണത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്.
അതൊന്നും പുറത്ത് വന്നിട്ടില്ല. ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞ ഏതാണ്ട് 7 or 8 പെൺകുട്ടികളിൽ അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുന്ന ചില കാര്യങ്ങൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ പറയുന്നത്, കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാകരുത്, ഒരിക്കലും ഉണ്ടാവരുത്. നമ്മൾ വളരെ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. കേരള സ്റ്റോറി അത് ഭാവനാ സൃഷ്ടിയല്ല. അത് ഇവിടെയുള്ള ഏതാനും ചില സാമൂഹ്യ ദ്രോഹികൾ എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിപ്പോവും, തനി ഭീകരവാദികൾ, ഇവിടെയുള്ള സ്ലീപ്പിംഗ് സെൽസ് എന്നൊക്കെ വിളിച്ചല്ലോ, അവരുടെ കൂട്ടർ ഇവിടെ ഇത്തരം കെണികൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ മാതാപിതാക്കളും സഭയും സമൂഹവും ജാഗ്രത പാലിക്കും. സഭയും സമൂഹവും മാതാപിതാക്കളോടൊപ്പം തന്നെ മത അധ്യാപകരും ഇടവക വികാരിയച്ചന്മാരും അവരുടെ റോള് ഭയങ്കര വലുതാന്ന് തോന്നുന്നത്. വളരെ ശരിയാണ്. 12ാം ക്ലാസ് കഴിയുമ്പോൾ തൊട്ടാണ് ഈ പിള്ളേർക്ക് മത അധ്യാപകരും ഇടവക വികാരിമാരും ഈ വിഷയത്തിൽ ഭയങ്കര ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതല്ലേ. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ മതബോധന പാഠപുസ്തകങ്ങൾ അത് ഒന്നും കൂടി പരിഷ്കരിക്കേണ്ടതോ, അതല്ലെങ്കിൽ ഒരു മറ്റൊരു ലീഫ്ലെറ്റ് പോലെയൊക്കെയോ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെ വിഷയങ്ങളനുസരിച്ച് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. അറ്റ്ലീസ്റ്റ് ഹൈസ്കൂൾ മുതലുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ്. സഭ ഒരു അടിയന്തര നടപടി എടുക്കേണ്ടതാണ്. പലയിടത്തും ഓൾറെഡി അങ്ങനെയുള്ള സ്റ്റെപ്പുകൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു അപ്പോളജറ്റിക്സിൻ്റെ ലൈൻ ഇപ്പോൾ പലയിടത്തും ശക്തിപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നത്, ഈ മേഖലകളിൽ സഭ വളരെ അവെയറാണ്. പല രീതിയിൽ കോൺഷ്യൻറ്റൈസേഷൻ രീതികൾ നടക്കുന്നുണ്ട്. പക്ഷേ ഡിജോ പറഞ്ഞതുപോലെ കുറേ കൂടി ഇൻറ്റൻസീവായിട്ട് നടത്തണം.